ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തിട്ട് എനിക്കാണെങ്കിൽ ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് എനിക്ക് അയച്ചു തന്നാൽ ഐ വിൽ ഗിവ് യു. നിന്റെ തന്തയ്ക്ക് വെപ്പായിരിക്കും കേട്ടോ തള്ളി അത് ചേച്ചി എല്ലാവർക്കും വെപ്പാണെന്ന് വിചാരിച്ചിട്ട് തന്തന്റെ പൂച്ചിലൊക്കെ കയറി കൊടുക്കണമെന്ന് തള്ളി തന്റെ വെപ്പ് വെളുപ്പാൻ കാലത്ത് തന്നെ കേൾക്കാൻ പറ്റിയ പാട്ട് ടി വി വെക്കാം. എന്റെ അമ്മ സുരേഷ് ഇവിടെ എന്തിനാണ് ഇവിടെ? അയ്യോ അണ്ണന്റെ മോളല്ലേ ഇവിടെ കിടന്ന് സംസാരിക്കുന്ന മോളാ മോൻ ഇത് ആരും ട്രാൻ എനിക്കറിയില്ല. ഞാൻ ഒന്നും പറയുന്നില്ല. അയ്യോ എനിക്കറിയില്ല. അണ്ണ ഇതിന്റെ സ്വപ്നത്തിലല്ല കിടന്ന് ഉറങ്ങിയപ്പോൾ അറിയാൻ പറ്റിപ്പോയി. എവിടെ കൊണ്ട് ഇതാക്കി ആരായി ഈ കരച്ചിലവിടെ നിന്ന് കുറച്ചിൽ നിങ്ങളത് കരച്ചിലവിടെ നിന്ന് അത് പറ സത്യം പറ അണ്ണാ അത് പറഞ്ഞു ഈ പെണ്ണുമ്പോളെ എടിയേ കണ്ട പട്ടികളുടെ സ്വഭാവം എൻ്റെ അടുത്ത് ഇല്ലാട്ടല്ലേ പറഞ്ഞുണ്ടോ നിശ്ചിട്ടൊന്നും കയറി കിടക്കാൻ സ്ഥലം കൊടുത്ത് ഞാൻ കയറി കിടന്നിട്ട് എൻ്റെ പെണ്ണുമുള്ളയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോ ഇത് കണ്ട സാഹിത്യത്തെ പിടിച്ച് പറഞ്ഞു പറ ബറാക്കോ ബാബയുടെ ബൈഫ് നിങ്ങളതാന്ന് പറ. എൻ്റെ പൊന്നലിയ ഒരു കാര്യം പറയാം ഇതാ ഇവിടെ നിന്നുണ്ടായത് എവിടെ നിന്ന് ഇത് എന്തായാലും നല്ല കുടുംബത്തിൽ പറവല്ലോ സത്യം പറ. കുടുംബത്തിൽ പറക്കാത്ത ഏതോ കണ്ട നോക്കാം നിങ്ങൾക്ക് വേണ്ടാന്ന് നിങ്ങൾ കളഞ്ഞിട്ട് ലാസ്റ്റ് ഏതോ കുറവൻ്റെ കൂടെ ഏതോ കുറവൻ്റെ അടുത്ത് വളർത്തിയല്ലേ. സത്യം പറ സത്യം പറ. അതൊന്നും പറഞ്ഞ് എന്നെ ഇതാക്കുന്നില്ലടാ. നീ എന്തൊരു ഉദ്ദേശത്തിലടാ എന്നെ മാത്രം ഇങ്ങനെ ഫോട്ടോ ചെയ്തു ഓരോന്ന് പറയുന്നത്? ഏടാ നിന്നെ തോന്നിയാസം വിളിക്കാനല്ല ഞാനിവിടെ വരുത്തിയത്. നിന്റെ അമ്മേനെ പറഞ്ഞ അവരാളോട് ഒത്തിരി തോന്നുന്നു. അതിന്റെ തന്തേനെ പോയി വിളിച്ചാൽ മതി. ആർക്കാണെങ്കിൽ ഇഞ്ഞുണ്ടല്ലോ ഓള് പറഞ്ഞ് തീരട്ടെ. നിന്റെ തന്തയ്ക്ക് വെപ്പായിരിക്കും കേട്ടോ തള്ളി അത് ചേച്ചി എല്ലാവർക്കും വെപ്പാണെന്ന് വിചാരിച്ചിട്ട് തന്തന്റെ പൂച്ചിലൊക്കെ കയറി കൊടുക്കണമെന്ന് തള്ളി തന്റെ വെപ്പ്. ജാതിക്ക ചേച്ചി നീ അപ്പൊ എല്ലാരെയും പോലെ നിനക്കും ഇല്ലേ ഡാഡി പട്ടി ആണോ ഇല്ലായിരുന്നു? അയ്യോ ദൈവം ഇതെങ്ങനെ കാൽക്കുലേറ്റ് ഇത്ര പ്രശ്നമില്ലായിരുന്നു. ഇതിപ്പോ വെപ്പുള്ള ഡാഡി ഡോഗി അമ്മയെ ഇങ്ങനെ കിസ് അടിച്ചു. ഓ ഇങ്ങനെയാണോ നിങ്ങൾ ഡാഡി ഉണ്ടായി നീ ഉണ്ടായത്? വെറുതെ അല്ല കൊറേ കരച്ചിൽ ഈ പേച്ച വർത്താനം ബ്രോ ഇതൊക്കെ എന്തോ ഇതൊക്കെ എല്ലാം കൂടി ഉണ്ടല്ലോ. കുടുംബത്തിൽ പറഞ്ഞ കൊച്ചു തന്നെ ഐ മീൻ ചതിച്ചല്ലോ ഭഗവാനെ. സുരിത ചേച്ചി എന്നോടൊരു വാക്ക് പറയായിരുന്നു. അയ്യോ പുറത്തെ ആൾക്കാർക്ക് ഓട്ടോ ഡ്രൈവറിന്റെ മോളാണെന്ന് പറയും. ചേച്ചി എന്നോട് പറ ചേച്ചി ഈ പട്ടിയാണോ ചേട്ടൻ പറ നിങ്ങളുടെ മോളല്ലേ ഈ കുരയ്ക്കുന്നത്? നിങ്ങളുടെ എന്തിനാണിത് ഓട്ടോ ഡ്രൈവർ? അയ്യോ സത്യം പറ ഇതാരുടെ മോളാണ്? കുറച്ചിലായിട്ടിട്ട് പട്ടിയാണ്. അപ്പം അയാൾ പട്ടിയാണോ ശരിക്കും? അയ്യോ വീണ്ടും ഡൗട്ടായി. എനിക്കും കൂടെ കൺഫ്യൂഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ എല്ലാം ഉണ്ടല്ലോ ദൈവമേ. സീരിയസ്ലി ഞാൻ ചോദിക്കുകയാണ് സത്യം പറ അവൾ ഈ പറഞ്ഞത് ആ മറൈൻ ഡ്രൈവില് ആ ലോഡ്ജിൽ നടന്ന ആ സംഭവമല്ലേ? അവള് ചെറുക്കനെ പറ്റിയ സംഭവമല്ലേ? ശിഖണ്ഡിയായിട്ടല്ലേ അവിടെ പോയത്? സത്യം പറ തൂറി അറിഞ്ഞോളൂ എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടത്? എനിക്ക് തൊന്നുകൂടിയാണോ മ്ലേച്ഛമാണ് അറിയാം പക്ഷെ പറയാൻ നിവൃത്തിയില്ല. എന്തിനാ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടത്? ഹലോ ഒരു കേളാണോ? കേട്ടിട്ടൊന്ന് തോന്നി കേളാണോ? കേട്ടിട്ട് ട്രാൻസ് ആണെന്ന് തോന്നുന്നു. നിന്റെ അമ്മേനെ പണി ഇവർക്ക് അണ്ടിയുണ്ട് തോന്നുന്നു. തെരുവിളിച്ച് സ്വന്തമായിട്ട് ആവതിന്റെ തിരിച്ചു മനസ്സിലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പൊന്നു ചേട്ടന്മാര് ഒന്ന് മാറ്റി കൊടുക്കണം പ്ലീസ്. ഇതൊക്കെ മസ്കറ്റ് ബേസിലൊക്കെ ഇപ്പൊ ആളെ വിടുമ്പോഴത്തേക്ക് സമയം അങ്ങ് പോകും. കുട്ടിക്ക് അങ്ങ് മാറാൻ പറ്റില്ല. കുട്ടിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറയണത്. നീ എന്തിനാടി മുസ്ലിങ്ങളെ പറയുന്നത് തട്ട ഇട്ടിട്ട് തട്ട അഴിച്ചിട്ട് വ്യഭിചാരത്തിന് കൂടെ ഇന്ന് തട്ട ഇട്ടിട്ട് പറയുന്നത്? അയ്യോ നിങ്ങൾ അങ്ങനെ പറയുന്നേ? അവ ആണല്ലേ? അല്ല അവ സുരേഷിന്റെ മകനല്ലല്ലോ പിന്നെ അങ്ങനെ ഡോക്ടർമാർക്ക് പോലും ഇല്ലാത്ത വലിയ അറിവോ? നിങ്ങൾ ശരിക്കും ആരാണ്? എത്രയോ മനുഷ്യരുടെ അടിവയറ്റിന്റെ അടിയിൽ ചൂട് കൊണ്ട് നൃത്തം കളിച്ച മഹതിയല്ലേ നിങ്ങൾ പാണ്ഡിത്യമാണോ? നിങ്ങൾ ആര്? ഇതാരുമല്ല അവളുടെ ഒലക്കട മൂഡ്. സോറി കം ടു ദ പോയിന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സുരേഷ് എന്ന പറഞ്ഞ ആൾക്കാരല്ലേ ഇങ്ങനെ ട്രാൻസ് ഒക്കെ ആവത്തുള്ളൂ. അല്ല സുരേഷ് അല്ലെങ്കിൽ പിന്നെ ആണ് തന്നെയാണ്. എനിക്ക് ഉറപ്പാണ് നല്ല ഉറപ്പാണ്. അല്ലല്ല അവ ആണ് തന്നെയാണ്. അല്ല ചേച്ചി ഒന്ന് നോക്കാവോ തുറന്നു നോക്കാവോ ചേച്ചി? അല്ല ചേച്ചിക്ക് ഇത്രയും സംശയം തുറന്നു നോക്കിയിട്ട് ആയിട്ട് നോക്കിയിട്ട് പറയിച്ചു. കാരണം നിങ്ങൾക്ക് ആകുമ്പോൾ അതിന് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ലേ. നോക്കൂ ചേച്ചി നോക്കൂ പാവം. ഞാൻ നശിപ്പിക്കില്ലേ? അയ്യോ പാവം ചേക്കാണ്. അവനെന്താ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞാൽ ചീത്ത വിളിക്കേണ്ട ഇവർ തമ്മിൽ എന്താ ബന്ധോ? അതിന് മാത്രം ബന്ധം വേണോ? അവൾ ഉണ്ടാക്കിയെടുക്കും. ഇപ്പൊ മിണ്ടാണ്ടിരുന്നീ ചുമ്മാ മിണ്ടാണ്ടിരുന്നില്ലെങ്കിലേ ഇപ്പൊ തുടങ്ങും അവളുടെ 60 വയസ്സുള്ള ഗ്രാൻഡ് മദറിന്റെ പോൺ കഥകൾ. മിണ്ടാണ്ടിരുന്ന നീ ചുമ്മാ വെറുതെ ഓരോ വട്ടം ഈ നിനക്കോ ട്രൈ ചെയ്തോ. 60 years എക്സ്പീരിയൻസ് ഉള്ള ഒരു ഗോൾഡൻ ട്രോഫി ഇട്ടും തലയിലായിക്കോളും. ഞാനൊന്നും പറഞ്ഞില്ല. ഇവിടെ സംസാരിക്കുന്ന പ്രശ്നം നിങ്ങൾ സംസാരിച്ചോ. പേച്ച വാക്കുകൾക്ക് ഒരു അവസാനം. പേച്ച വാക്കുകളുടെ അമ്മയായ നിങ്ങൾ സംസാരിക്കാതിരുന്ന ഇനി എവിടുന്ന് പോയി ഉറവിടാം. ഇല്ല നിങ്ങൾ സംസാരിക്കാം. നിങ്ങൾ സംസാരിക്കാൻ മാത്രം ഇനിയും ആൾക്കാർക്ക് നിങ്ങളെ തുപ്പാനും നിങ്ങളെ ആക്ഷേപിക്കാനും തുപ്പി അറിയാനും നിങ്ങൾ ആക്കി അറിയാനും തോന്നത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കൂടെ തന്നെ ഇത്തരം സമൂഹത്തിലുള്ള ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവരെല്ലാം നമ്മൾ മനസ്സിലാക്കി ഇങ്ങനെ മനുഷ്യന്മാരുണ്ടെന്ന് മനസ്സിലാക്കി അവരെ മാറ്റി നിർത്തി പറയേണ്ട സമയത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് മാറ്റി നിർത്താൻ ശ്രമിക്കുക. അവർ നന്നായാൽ കൂടെ നിർത്തുക. അവരെ വീട്ടിലൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും അവരെ തിരുത്താനും ആൾക്കാരില്ലാത്തതുകൊണ്ടാണ് കൂടെ ചേർത്ത് പിടിക്കാൻ അവരുടെ അമ്മയോ അല്ലെങ്കിൽ വീട്ടിൽ കാര്യപ്പെട്ട ആൾക്കാർ അന്ന് തിരുത്തിയിരുന്നെങ്കിൽ മാറാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. വിളിച്ച് പറഞ്ഞപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ മകൻ എന്ത് തെറ്റ് ചെയ്താലും അത് സമൂഹത്തിൽ നിന്ന് ഒരു അടിപൊളിയായി കിട്ടുമ്പം പക്ഷേ എൻ്റെ മോനെ അങ്ങനെ ചെയ്ത് പോലീസ് സാറേ എന്ന് പറഞ്ഞിട്ട് പോലീസിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്ന മാതാപിതാക്കൾ ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമേ ഇവരെ ചാടി ഇറങ്ങത്തുള്ളൂ. അതുവരെ ഇവരാണെങ്കിൽ മക്കൾ ചെയ്യുന്ന എല്ലാ തെറ്റിനെയും അനുകൂലമായിട്ട് നിൽക്കുന്ന ഓരോ മാതാപിതാക്കൾ പുച്ഛമാണ് നിങ്ങളുണ്ട് പുച്ഛം.
അനീതിയോടെ എന്ത് തോന്നിവാസവും കാണിക്കാമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഇതൊരു പാഠമാകട്ടെ. സ്റ്റേ ട്യൂൺഡ് ആൻഡ് കമന്റ് യുവർ ഒപ്പീനിയൻസ്.